ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മോമോസ് തയ്യാറാക്കി എടുക്കാം. രണ്ട് രീതിയിലാണ് ഞാനിവിടെ മോമോസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണിത്. ഇത് തയ്യാറാക്കുന്നതിനായി 150 ഗ്രാം അളവിലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ തീരെ കനം കുറച്ച് ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരൽപ്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ വേണം ഈ മാവൊന്ന് കുഴച്ചെടുത്ത് വെക്കാൻ. മാവ് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായി ഒരു ബൗളിലേക്ക് നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് കൂടിയാണ്. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിലുള്ള സോയാബീൻ സോസ് കൂടിയാണ്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെയായി എടുത്ത് ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ദാ ഇപ്പോൾ മുഴുവൻ മാവും ഇങ്ങനെ ചെറിയ ബോൾസുകളാക്കി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇനി പരത്തിയെടുത്ത മാവിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഷേപ്പിലാണൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒന്നിങ്ങനെ നീളത്തിലും പിന്നീട് ഈ വട്ടത്തിലുമാണ് ചെയ്തെടുക്കുന്നത്.
ആദ്യം കുറച്ച് മോമോസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് മോമോസ് നിരത്തി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10-12 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് മോമോസ് എല്ലാം ഒന്ന് വെന്ത് കിട്ടും. ഇതാ ഇപ്പോൾ മോമോസ് എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മോമോസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഓരോ മോമോസായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് മോമോസ് എല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള മോമോസ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റീംഡ് ആൻഡ് ഫ്രൈഡ് മോമോസ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക്